Hello guys, welcome to Castroller Movie Review Channel. Movie Media. ഈ വർഷത്തെ ഓസ്കാർ എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ വർഷത്തെ ഓസ്കാർ കിട്ടുന്നത് നമ്മൾ മലയാളികൾ വിചാരിച്ചിരുന്ന സിനിമ അടിയുമായിരുന്നു. പക്ഷേ ഹന്നവെല്ലാൻ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്. അതുമായിട്ട് ക്ലാഷ് നടത്താൻ വേണ്ടി ഓസ്കാർ നേടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഹോളിവുഡ് ലെവൽ VFX ഇറക്കി വെച്ച ഒരു സാധനം ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. സാധനത്തിൻ്റെ പേര് കൽക്കി 2898 AD എന്നാണ് സിനിമയുടെ പേര്. പടം കണ്ടു. 10:45 മാതാമതിക തിയേറ്ററിൽ പോയി കണ്ടു. എന്തായാലും പടം എങ്ങനെയെന്ന് ചോദിച്ചാൽ വേറെ ലെവൽ പടം. അടിപൊളി നല്ല മേക്കിംഗ് ആൻഡ് ഡയറക്റ്റഡ് ബൈ നാഗ് അശ്വിൻ. ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്ന പടങ്ങൾ മഹാനടി. നല്ല പടം കേട്ടോ. പിന്നെ എവിടെ സുബ്രഹ്മണ്യം, നമ്മളെ ഞാനും ആരായിരുന്നു വിജയ് ദേവരകൊണ്ടയുള്ള പടം. പിന്നെ ഏതാണ് പിന്നെ അറിയാത്ത ഏതൊക്കെ പടമാണ്. അതിലോട്ട് പടത്തിൽ അഭിനയം ചെയ്യുന്നത് അമിതാഭ് ബച്ചൻ, പ്രഭാസ്, കമൽ ഹാസൻ, ദീപിക പടുക്കോൺ, ദിശ പട്ടാണി, ബ്രഹ്മാനന്ദം, പിന്നെ ശോഭന, അന്നാബൻ, പശുപതി. ആസ് ക്യാമിയോ അപ്പിയറൻസസ് മൃണാൾ ധാക്കർ, ദുൽഖർ സൽമാൻ, വിജയ് ദേവരകൊണ്ട, SS രാജമൗലി, രാം ഗോപാൽ വർമ്മ, രാജേന്ദ്ര പ്രസാദ്, പിന്നെ ഞാനി ഒക്കെയാണ് അഭിനയം ചെയ്യണത്. പടം മലയാളമാണ് കാണാൻ പോയത്. പടത്തിൽ എനിക്ക് ചില ഡൗട്ട്സ് ഉണ്ട്. അത് ഞാൻ ഇവിടെ ക്ലിയർ ചെയ്യാണ് സ്റ്റാർട്ടിങ്ങിൽ എന്നിട്ട് പോസിറ്റീവോട്ടൊക്കെ. പടത്തിലെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, സംഭവം എന്ന് വെച്ചാൽ ആദ്യം തൊട്ട് അവസാനം വരെ ഇങ്ങനെ ആൻറ്റി ഹീറോയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇടയ്ക്ക് ഹീറോ ലൈക്ക് വില്ലനാണ്, ഇടയ്ക്ക് വില്ലൻ ലൈക്ക് ഹീറോയാണ് പ്രഭാസ്. സംഭവം എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല, അതൊരു ഡൗട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റിലൊന്ന് പറയണം. പടത്തിൽ അഭിനയിച്ചതിൽ എനിക്ക് പോസിറ്റീവ്സ് പറയാം. പോസിറ്റീവായിട്ട് ഈ സിനിമയിലെ നായകനായിട്ട് എനിക്ക് തോന്നിയത് അമിതാഭ് ബച്ചൻ അണ്ണയാണ്. ഫസ്റ്റ് ട്രെയിലർ കണ്ട സമയത്ത് ഞാൻ ചോദിച്ചാൽ അമിതാഭ് ബച്ചൻ ക്യാമിയോ ആണെന്നാണ് വിചാരിച്ചത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് നോട്ട്. മൈ ഡൗട്ട്സ് ആർ ഫൂളിഷ് എന്ന് പറയേണ്ട അവസ്ഥ വരുത്തി. കാരണം ഈ സിനിമയിൽ ഹീറോ എന്ന് പറയണത് അമിതാഭ് ബച്ചനാണ്. ഇയാളുടെ വയസ്സെന്ന് പറഞ്ഞാൽ 80, 81, 82 എന്തോ വയസ്സുള്ള ആളാണെന്ന് ഓർക്കണം. നമ്മുടെ 73 വയസ്സുള്ള മമ്മൂട്ടിനെക്കാട്ടും അത്ര പറയണില്ല. 73 വയസ്സുള്ള മമ്മൂട്ടി എങ്ങനെ സ്റ്റണ്ട് ചെയ്യുന്നു, അതേപോലെ 82 വയസ്സുള്ള അമിതാഭ് ബച്ചൻ നൈസായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സ്റ്റണ്ട്സ് നല്ല ചെയ്തിട്ട് ഫൈറ്റൊക്കെ മാക്സിമം നല്ല ഒരു ഡ്യൂപ്പൊന്നും ഇല്ലയെന്ന് എനിക്ക് വിശ്വസിക്കാം. മെയിൻ വില്ലൻ കമൽ ഹാസൻ 5 മിനിറ്റ് കാണിച്ചു പോകുന്നു. സെക്കൻഡ് പാർട്ടിലാണ് മെയിൻ. പറയാൻ പറഞ്ഞു. ദിസ് ഈസ് യൂണിവേഴ്സ് ആസ് എ കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സ്, അല്ലെങ്കിൽ ആകാശ സിനിമാറ്റിക് യൂണിവേഴ്സ്. അതൊക്കെ 2000 അല്ലേ നടക്കട്ടെ. ആൻഡ് ഇതിൽ ഏറ്റവും ഷോക്കായിട്ട് തോന്നിയത് ബഡ്ജറ്റാണ്. ഇതിന് ടോട്ടൽ എന്തോ 3 4 എന്തോ പാർട്ടുണ്ടെന്നാണ് കേട്ടത്. അടുത്ത പാർട്ടിന് 150 കോടി, രണ്ടാമത്തെ പാർട്ടിന് 250 കോടി, അടുത്ത പാർട്ടിന് 750 കോടി. ഇപ്പം 4 പാർട്ടുണ്ടെങ്കിൽ 450 കോടിയാണ് നാലാമത്തെ പാർട്ടിന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈക്വൽ ടു 1200 കോടിയെങ്കിലും ഈ സിനിമയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട് 4 പാർട്ടിന്. അല്ല 750. ഫസ്റ്റ് പാർട്ടിൽ നിന്ന് 600 കോടി എന്തോ ആണ് പഠിച്ചത്. ചിലർ പറയുന്നത്
ചിലർ പറയുന്ന 600 കോടി, ചിലർ പറയുന്ന 1200 കോടി. ഇത് ചത്തമെന്ന് എനിക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. എന്തായാലും പടം വേറെ ലെവല്. VFX ഒക്കെ ഒരു 80 സംതിങ് ആൾക്കാരെന്തോ 80 90 സംതിങ് ആൾക്കാരെന്തോ ഇതിൽ VFX ചെയ്യാൻ വന്നിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി അല്ല, VFX ആണ് ഉദ്ദേശിച്ചത്. ഫോട്ടോഗ്രാഫി ആരാണ് ചെയ്തതെന്ന് പോലും ഞാൻ നോക്കാൻ പറ്റില്ല, സോറി ഗൈസ്. എഡിറ്റഡ് ബൈ കോട്ടഗിരി വെങ്കടേശ്വരൻ അങ്ങനെ എന്തൊരു ആണ്. ആരാ എന്തോ. പ്രൊഡ്യൂസ്ഡ് ബൈ അശ്വിനി ദത്ത്, സ്വപ്ന ദത്ത്. പ്രൊഡക്ഷൻ ഹൗസ് വൈജയന്തി മൂവീസ്. കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് വേഫറർ ഫിലിംസ്. നമ്മുടെ ദുൽഖറിൻ്റെ ഓക്കെ ദുൽഖറാണ്. ക്യാമിയോസിൻ്റെ ഈ പടത്തിൽ ലീഡിങ് ക്യാരക്ടേഴ്സ് വന്നിരിക്കുന്നവർ ഒരു മാക്സിമം നല്ല ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചുമ്മാ പറഞ്ഞൊന്നുമല്ല, കാര്യമായിട്ട് പറഞ്ഞതാണ്. പിന്നെ വേറെ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഡയറക്ടർ ബ്രില്യൻസാണ് സിനിമ. ഒട്ടുമിക്ക സീനും ഡയറക്ടർ ബ്രില്യൻസാണ്. ഫസ്റ്റ് ഹാഫ് സ്റ്റാർട്ടിങ്ങിൽ എന്തോ കുറച്ച് സ്പോയിലറാണ് ഉണ്ടായിരുന്നു. എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല. പിന്നെ ഒരു ഇൻ്റർവെൽ ബ്ലോക്കിന് ഒരു 15 മിനിറ്റ് മുമ്പ് എന്തോണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ആണെങ്കിലും എക്സ്പെക്റ്റഡ് സീൻസ് ആണെങ്കിലും അങ്ങേരുന്ന് കാണാൻ പറ്റിയൊരു സാധനമായിരുന്നു. പിന്നെ അവസാനത്തെ 30 മിനിറ്റ് ഒന്നും വിചാരിച്ചില്ല കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ടെസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നൈസായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല. ഈ സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഈ പടം പോകുന്നത് 2 കാലഘട്ടത്തിലാണ്. ഒന്ന് മഹാഭാരതം, പിന്നെ ഫ്യൂച്ചർ കാലഘട്ടവും മഹാഭാരത കാലഘട്ടവും. മഹാഭാരത കാലഘട്ടത്തിലാണ് നമ്മൾ അർജുനനായിട്ട് വിജയ് ദേവറ കൊണ്ടുവന്നിരിക്കുന്നത് ഗാമിയ. അത് ശ്രീകൃഷ്ണൻ ജ്ഞാനിയാന്ന് തോന്നുന്നു, ദുൽഖർ എന്തോ ആണ്. കർണനായിട്ട് പ്രഭാസ്, പിന്നെന്തോന്ന് തന്നെയായിട്ട് നമ്മളാ അമിതാഭ് ബച്ചൻ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. മാക്സിമം ചെയ്തിട്ടുണ്ട്. അത് ഞാനീ തന്നെയാണ് സംശയമുണ്ട്, ഞാനിയാണോയെന്ന് സംശയമുണ്ട്. ഡബ് ചെയ്തപ്പോൾ കുറേ ഇതാണോ എന്ന് സംശയം. അത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ പടം ആകർഷണീയമാണ്. ഈ പടം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ആദിപുരുഷൻ്റെ കാര്യമാണ്. ഈ സിനിമ കാണുന്നതിന് മുമ്പ് ഉദ്ദേശിച്ചാൽ ഈ സിനിമ കാണുന്നതിന് മുമ്പായിട്ട് എന്തോ ആദിപുരുഷൻ പേടിച്ചുകൊണ്ടാണ് ഞാൻ കാണാനിരുന്നത്. ബട്ട് I can never disappoint. This movie never disappoints me because this is not Adipurush. Adipurush team, please watch this movie in theatre. Please watch this movie. എന്ന് மட்டும் சொல்கிறேன். എൻ്റെ പൊന്നാമ്രാട്ട് എണ്ണ നിങ്ങൾക്ക് വന്ന് VFX എടുക്കാൻ അറിയില്ലെങ്കിൽ ഒന്ന് മര്യാദയ്ക്ക് അങ്ങനെയെങ്കിൽ സമാധാനമുണ്ട്. ഈ ആകാശിൻ്റെ അടുത്ത് ഒരു ചോദിച്ചിട്ട് വന്ന് എത്രയാണ് ഒരു വർഷമെങ്കിലും വന്ന് പഠിക്കുവാൻ പിന്നെ എങ്ങനെയാണ് ആനിമേഷൻ ചെയ്യേണ്ടതെന്ന്. മറ്റേ നിങ്ങളുടെ താനാജി നല്ലതായിരുന്നു, പക്ഷെ അതേപോലത്തെ ഒരു പടം ചെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ അത് വേറെ എന്തോ തന്നെ വെച്ച് വെച്ചിട്ടുണ്ട്, കൊച്ചടയാനാക്കി വെച്ചിട്ടുണ്ട്. എന്തോ നടക്കട്ടു ചുവപ്പ് അവനൊക്കെ ചുവപ്പ് ആക്കേണ്ടി വരും. ആക്കി എന്തായാലും ഒരു ഫസ്റ്റ് ഡേത്തെ കളക്ഷൻ ഏർപ്പെട്ട് ഒരു 200 കോടി എത്തുമെന്ന് എനിക്ക് അറിയണം. എന്നാലും അടിയായി 100 കോടിക്ക് മേളിൽ ഉറപ്പാണ് ഫസ്റ്റ് കളക്ഷൻ, ബോക്സ് ഓഫീസ് കളക്ഷൻ. പിന്നെ പോസിറ്റീവ് കിട്ടിയ പടത്തിന് മറ്റുള്ളവർക്കിടയിൽ എന്താണ് അഭിപ്രായം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നല്ലൊരു പടം. അതായത് ബോക്സ് ഓഫീസ് തൂഫാനാണ്.
600 കോടി 600 750 എന്തോ കോടി 1200 എന്തോ കോടി പഠിച്ചിട്ടുള്ള സിനിമയാണിത്. അപ്പോൾ ഇത് തൂഫാൻ ദങ്കലിനെ മറികടക്കുമെന്ന് മാത്രം സംശയം തോന്നുകയാണ്. ദങ്കൽ ബാഹുബലിനെ മറികടക്കുമെന്ന് മാത്രം നോക്കിയാൽ മതി. ബാക്കിയെല്ലാം പ്രഭാസിൻ്റെ കയ്യിൽ, അല്ല അമിതാഭ് ബച്ചൻ്റെ, പ്രഭാസിൻ്റെയും കമലഹാസൻ്റെ കയ്യിൽ. ഇവർ 3 പേരും കൂടി തൂഫാനാക്കുമെന്ന് തോന്നുന്നത് ഈ സീസൺ. എന്തായാലും പടം വേറെ ലെവല്. ഒരു കാര്യം പറയാം, കേമിയോസിൻ്റെ കാര്യം പറയാനാണ് എങ്കിൽ ദുൽഖറുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ദുൽഖറുണ്ട്, വിജയ് ദേവറുണ്ട്, മൃണാൽ ഠാക്കൂറുണ്ട്, ഞാനി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞാനിയാണ് കൃഷ്ണൻ എന്ന് മനസ്സിലാവില്ല. പിന്നെ രാജേന്ദ്ര പ്രസാദ് ഉണ്ട്, ഏതൊരു ക്യാരക്ടറാണ്. പിന്നെ രാംഗോപാൽ വർമ്മയുണ്ട്. അതായത് ഒരു എക്സ്പെരിമെൻ്റൽ മൂവി ചെയ്യണം അവിടുത്തെ ലിജോസ് പെല്ലിശ്ശേരി പോലെ. ഇവിടെ ലിജോസ് പെല്ലിശ്ശേരി ആണെങ്കിൽ അവിടെ രാംഗോപാൽ, അങ്ങനെയാണ്. പിന്നെ SS രാജമൗലി ഗെയിമായിട്ട് വന്നിട്ടുണ്ട്. ഒരു കാര്യം പറയാം, ബുജ്ജി ആ സിനിമയാണ്. ബുജ്ജി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്, ഒരു റോബോട്ട്. അതിന് വോയിസ് കൊടുത്ത ആൾ സൂപ്പർ. അത് വേറെ ആരെങ്കിലും ഋതുകരിച്ചാണ്. അത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല, ബിക്കോസ് അത് വേറെ ആരും ഒന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ബട്ട് ഇറ്റ്സ് അൺപ്രഡിക്റ്റബിൾ ഫോർ മീ. മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, പക്ഷെ എനിക്ക് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു ട്രെയിലർ കണ്ട സമയത്ത് അതാരാ എന്നൊരു കൊതി ഉണ്ടായിരുന്നു. അതാണ്, പക്ഷെ കണ്ടപ്പോൾ മനസ്സിലായി. എന്തായാലും വെയിറ്റിംഗ് ഫോർ സെക്കൻഡ് പാർട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലേ, ഈ സിനിമയിൽ 5 മിനിറ്റ് എന്തോ ഉള്ളൂ കമലഹാസൻ. ഇനി സെക്കൻഡ് പാർട്ടിൽ ഉറപ്പായിട്ടും ഒരു ഫുൾ ടൈം ഒരു കൊടൂര വില്ലനായിട്ടെന്ന്. ഇതിൽ നല്ലതായിട്ട് അഭിനയിച്ചിട്ടില്ല എന്ന് ഞാൻ പറയണില്ല, പക്ഷെ കുറച്ചും കൂടി കൊടൂര വില്ലൻ ആ സെക്കൻഡ് പാർട്ടിലാണ്. ആൻഡ് ദിസ് ഈസ് യൂണിവേഴ്സ്, കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സ്. ദിസ് ഈസ് എ സ്റ്റാർട്ടിങ്. ഇപ്പോൾ ഹനുമാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പ്രശാന്ത് വർമ്മ സിനിമ തുടങ്ങി വെച്ചാണെങ്കിൽ ഇത് ഞാൻ കുറച്ച് എൻ്റെ യൂണിവേഴ്സാണ്, എനിക്ക് സിനിമാറ്റിക് യൂണിവേഴ്സ്. എന്തായാലും കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയണം കമൻറ്റിലിട്ടേക്ക്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് അമർത്തുക. പിന്നെ ഒരു കാര്യം കൂടി മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്തുന്നു. മ്യൂസിക്ഷൻ സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഡെൽറ്റ, വസ്കസ്.